ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ SSLC 2022 ഇംഗ്ലീഷ് പരീക്ഷയുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതും കാണുക. പരീക്ഷയ്ക്ക് വരാൻ 100% സാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ചോദ്യങ്ങളാണ് അതിലുമുള്ളത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഈ ഒരു ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ നോൺ ഫോക്കസ് ഏരിയയിലെ പോയട്രി സെക്ഷനിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ്. പല കുട്ടികൾക്കും, പ്രത്യേകിച്ച് A+ പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് മാർക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ഏരിയയാണ് പോയട്രി അല്ലെങ്കിൽ ബ്ലോവിങ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന നോൺ ഫോക്കസ് ഏരിയയിലെ പോയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ രണ്ട് പോയത്തിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഇതിൻ്റെ ആൻസർ കൃത്യമായിട്ട് എഴുതി പഠിക്കുക. കാരണം ഇതിൽ പോയട്രി എന്നുള്ള പോയത്തിൻ്റെ ചോദ്യം ഉത്തരങ്ങൾ ഉറപ്പായിട്ടും അടുത്ത പരീക്ഷയ്ക്ക് വരും. കാരണം വേറെ ചോയ്സ് ഇല്ല. മോഡലിന് ബ്ലോവിങ് ഇൻ ദ വിൻഡ് ചോദിച്ചതാണ്, പിന്നെ ചോദിക്കാൻ ബാക്കിയുള്ളത് പോയട്രിയാണ്. അപ്പോൾ പോയട്രി എന്ന പോയത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ശരിക്കും പഠിക്കുക. അതിലെ വരികളല്ല, സെൻറ്റൻസ് ആയിട്ടുള്ള അതിൻ്റെ ഉത്തരങ്ങൾ പഠിക്കുക. അതോടൊപ്പം തന്നെ റിസ്ക് എടുക്കേണ്ട ബ്ലോവിങ് ഇൻ ദ വിൻഡും കൂടെ പഠിച്ചേക്കുക. അപ്പോൾ ഈ രണ്ട് പോയത്തിൽ നിന്ന് കളക്ട് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും പഠിക്കുക. ഉറപ്പാണ് ഇത് പരീക്ഷയ്ക്ക് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. കാരണം ഇനി നമുക്ക് കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിനുള്ളിൽ SLC പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ബെല്ലൈക്കൺ കൂടി, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, റീഡ് ദ ലൈൻസ് ഫ്രം ദ പോയം പോയട്രി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്, ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ പോയട്രി എന്ന കവിതയിലെ വരികളാണ് തന്നിരിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ. I don't know where it came from winter or a river. I don't know how or when. No, there were not voices, there were not words nor silence, but from a street I was summoned from the branches of night, abruptly from the others. Among violent fires or returning alone, there I was without a face and it touched me. പോയട്രി എന്ന കവിതയിലെ വരികളാണ്. ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഡു യു തിങ്ക് ദ സ്പീക്കർ ഇൻ ദ പോയം earnestly wishes to be a poet? Which line says so? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ കവി യഥാർത്ഥത്തിൽ വളരെ ആത്മാർത്ഥമായിട്ടൊരു കവി ആകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നോ? ഏത് വരിയാണ്, അല്ലെങ്കിൽ അങ്ങനെയല്ലേ, ഏത് വരിയാണ് ആ ഒരു കാര്യം വ്യക്തമാക്കുന്നത്? അപ്പോൾ നമുക്കറിയാം, ഇവിടെ കവി ഒരു പോയറ്റ് ആവണമെന്ന് ആഗ്രഹിച്ചിട്ടേ ഇല്ല. കവിതയാണ് അദ്ദേഹത്തെ വന്ന് പിടികൂടിയത്. അപ്പോൾ അത് നമ്മളിങ്ങനെ സെൻറ്റൻസ് ആക്കിയിട്ട് ഇങ്ങനെ എഴുതാം. നോ, ദ സ്പീക്കർ ഡിഡ് നോട്ട് വിഷ് ടു ബി എ പോയറ്റ്. ദ ലൈൻ പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ സ്റ്റേറ്റ്സ് ദാറ്റ് ഇറ്റ് വാസ് പോയട്രി ഹു കെയിം ആൻഡ് ഫൗണ്ട് ദി പോയറ്റ്. അപ്പോൾ ഈ വരിയിൽ നിന്ന് ഇത് വളരെ വ്യക്തമാണ്. പോയട്രിയാണ് ഇയാളെ തേടി വന്നത്, അല്ലാതെ ഇയാൾ കവിയാവണമെന്ന് ആഗ്രഹിച്ച് കവിതയുടെ പുറകെ പോയതല്ല. ഇനി രണ്ടാമത്തെ ചോദ്യം, what is the figure of speech used in the expression poetry arrived? Poetry arrived എന്നുള്ള വരിയിൽ ഉപയോഗിച്ചിരിക്കുന്ന അലങ്കാരം ഏതാണ്? അപ്പോൾ നമുക്കറിയാം, പോയട്രി ഇവിടെ ഒരു പേഴ്സൺ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പേഴ്സോണിഫിക്കേഷൻ എന്നാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. പോയട്രി arrived എന്നുള്ളതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് പേഴ്സോണിഫിക്കേഷൻ. മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് ആൻ എക്സ്പ്രഷൻ ഓഫ് കോൺട്രാസ്റ്റ് ഫ്രം ദീസ് ലൈൻസ്. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ്, വിപരീതമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഇവിടെ പറഞ്ഞിരിക്കുന്നു, വോയിസ് ആൻഡ് സൈലൻസ്. അപ്പോൾ ഈ വരി എഴുതി വെക്കുക. ഈ രണ്ട് വാക്കുകൾ അണ്ടർലൈൻ ചെയ്യുക ചെയ്യുക. ശബ്ദവും നിശബ്ദതയും രണ്ട് വിപരീതങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നാലാമത്തെ ചോദ്യം, വാട്ട് വാസ് ദ പോയറ്റ്സ് കണ്ടീഷൻ ബിഫോർ പോയട്രി അറൈവ്ഡ്? പോയട്രി വരുന്നതിന് മുമ്പ് ഈ പോയറ്റിൻ്റെ അവസ്ഥ എന്തായിരുന്നു? അപ്പോൾ അത് ഇവിടെ ഈ വരികളിൽ തന്നെ പറയുന്നുണ്ട്.
there I was without a face and it touched me എന്ന് പറഞ്ഞു. അപ്പോൾ വരികളെല്ലാം നമ്മളത് സെൻറ്റൻസ് ആക്കി തന്നെ എഴുതുക. ഇവിടെ പറഞ്ഞിട്ടുണ്ട് when the poet was living without a face or identity. സ്വന്തമായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നില്ല. The poet was without a face before the arrival of poetry. Poetry വരുന്നതിന് മുൻപ് സ്വന്തമായൊരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നില്ല. ഇനി അഞ്ചാമത്തെ ചോദ്യം, poetry arrived in search of me is an example for dash, simile, metaphor, allusion, personification. അപ്പോൾ ഇത് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ poetry arrived in search of me എന്നുള്ളത് പേഴ്സോണിഫിക്കേഷൻ ഉദാഹരണമാണ്. പോയട്രി ഒരു പേഴ്സൺ ആയിട്ട് കാണുകയാണ്. അപ്പോൾ പേഴ്സോണിഫിക്കേഷൻ ആണ് ശരിയായ ഉത്തരം. ആറാമത്തെ ചോദ്യം, വാട്ട് ഹാപ്പൻ ടു ദ പോയറ്റ് വെൻ പോയട്രി അറൈവ്ഡ്. ഇനി നേരത്തെ ചോദിച്ചത് പോയട്രി വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, ഇപ്പോൾ പോയട്രി വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്. അപ്പോൾ അതിൻ്റെ ആൻസർ, വെൻ പോയട്രി അറൈവ്ഡ് സംതിങ് സ്റ്റാർട്ടഡ് ഇൻ ഹിസ് സോൾ ലൈക്ക് എ ഫീവർ. ആത്മാവിൽ ഒരു പനി ഉണ്ടായി. വെൻ പോയട്രി അറൈവ്ഡ് സംതിങ് സ്റ്റാർട്ടഡ് ഇൻ ഹിസ് സോൾ ലൈക്ക് എ ഫീവർ. ഇനി ഏഴാമത്തെ ചോദ്യം, ബ്രിങ് ഔട്ട് ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ വിന്റർ ആൻഡ് റിവർ. ഇത് രണ്ടും തമ്മിലുള്ള കോൺട്രാസ്റ്റ് എന്താണ്? അപ്പോൾ വിന്റർ എന്ന് വെച്ചാൽ സ്റ്റാൻഡ്സ് ഫോർ ഡെത്ത് ആൻഡ് റിവർ സ്റ്റാൻഡ്സ് ഫോർ ലൈഫ്. വിന്റർ എന്ന് വെച്ചാൽ എല്ലാം മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു അവസ്ഥ, ഒട്ടും ചലനമില്ലാത്ത ഒരവസ്ഥ. എന്നാൽ നദി അതിൻ്റെ വിപരീതമാണ്. അപ്പോൾ നമ്മളത് സെൻറ്റൻസ് ആയിട്ട്, ഇൻ വിന്റർ എവ്രിതിങ് ഈസ് ഫ്രോസൺ, തണുത്തുറഞ്ഞു കിടക്കുകയാണ്, ഫ്രോസൺ, ആൻഡ് ലൈഫ്ലെസ്, ജീവനില്ലാത്ത അവസ്ഥയാണ്. എവ്രിതിങ് ഈസ് ഫ്രോസൺ ആൻഡ് ലൈഫ്ലെസ്, വേറാസ് റിവർ റെപ്രസെൻറ്റ്സ് ദ ഫ്ലോ ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ഒഴുക്കിനെ കാണിക്കുന്നു. രണ്ടും വിപരീതങ്ങളായിട്ടുള്ള കാര്യമാണ്. എട്ടാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് ആൻ എക്സാമ്പിൾ ഓഫ് വിഷ്വൽ ഇമേജ് ഫ്രം ദീസ് ലൈൻസ്. ഈ വരിയിൽ നിന്ന് ഒരു വിഷ്വൽ ഇമേജ് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ആൻസറായിട്ട് വയലൻറ്റ് ഫയേഴ്സ് അല്ലെങ്കിൽ റിവർ എന്നൊക്കെ എഴുതാം. അപ്പോൾ തീ നമ്മൾ കണ്ട് മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ്, അതുപോലെ റിവർ കണ്ട് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഉദാഹരണമായിട്ട് എഴുതാം. ഇനി ബ്ലോവിങ് ഇൻ ദ വിൻഡ് എന്നുള്ള പോയത്തിൽ നിന്നുള്ള ചോദ്യമാണ് വരുന്നതെങ്കിൽ, റീഡ് ദ ലൈൻസ് ഫ്രം ബ്ലോവിങ് ഇൻ ദ വിൻഡ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഹൗ മെനി റോഡ്സ് മസ്റ്റ് എ മാൻ വാക്ക് ഡൗൺ ബിഫോർ യു കോൾ ഹിം എ മാൻ? How many seas must a white dove sail before she sleeps in the sand? Yes, and how many times must the cannonballs fly before they are forever banned? The answer, my friend, is blowing in the wind. The answer is blowing in the wind. ഇപ്പോൾ ബ്ലോവിങ് ഇൻ ദ വിൻഡിലെ ഒന്നാമത്തെ സ്റ്റാൻസിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചോദ്യം നോക്കാം, ഹൂ ഈസ് ദ സ്പീക്കർ ഇൻ ദ പോയം? ഹൂ ഈസ് ദ സ്പീക്കർ ഇൻ ദ പോയം? ദ സ്പീക്കർ ഇൻ ദ പോയം ഈസ് ദ പോയറ്റ്, അല്ലെങ്കിൽ ദ സോങ് റൈറ്റർ is the speaker. ഇനി രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ദ റൈം സ്കീം ഓഫ് ദ ഫസ്റ്റ് സ്റ്റാൻസ. ഒന്നാമത്തെ സ്റ്റാൻസയുടെ റൈം സ്കീം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നാമത്തെ വരി ഇതാണ്, ഹൗ മെനി റോഡ്സ് മസ്റ്റ് എ മാൻ വാക്ക് ഡൗൺ. ഡൗൺ എന്നുള്ളത് എ എന്ന് കൊടുക്കുക, മാൻ എന്നുള്ളത് സെപ്പറേറ്റ് ആണ്, അതുകൊണ്ട് ബി എന്ന് കൊടുക്കുക. ഡൗണുമായിട്ട് റൈം ചെയ്യുന്നില്ല, ബി ആണ്. സെയിൽ എന്നുള്ളത് ഇത് രണ്ടുമായിട്ടും റൈം ചെയ്യാത്തതുകൊണ്ട് സി എന്ന് കൊടുക്കുന്നു. അടുത്തത് സാൻഡ് എന്നുള്ളത് ഇവിടെ മാൻ എന്നുള്ളതുമായിട്ട് റൈം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് എഴുതി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റൈം സ്കീം എ ബി സി ബി ഡി ബി. നോക്കാം, എ ബി സി ബി. അപ്പോൾ ഇത് രണ്ടും റൈമിംഗ് ആണ്, ബിയും ബിയും അല്ലേ. ഇത് ബാക്കി വ്യത്യസ്തമാണ്. മാൻ, സാൻഡ്, എ ബി സി ബി. പിന്നെ ബാക്കി പറയുന്നത് ഡി ബി. ഓക്കെ, എ ബി സി ബി ഡി ബി അല്ലേ. അപ്പം ബാൻഡ്, സാൻഡ്, അതുപോലെ തന്നെ മാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ റൈം ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ എഴുതാം, എ ബി സി ബി ഡി ബി എന്ന് വെച്ചാൽ രണ്ടാമത്തെ വരിയും നാലാമത്തെ വരിയും ആറാമത്തെ വരിയും റൈമിംഗ് വേർഡ്സ് ആണ്. 2, 4, 6 ബാക്കിയെല്ലാം വ്യത്യസ്തമാണ്. 2, 4, 6 എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. അപ്പം മാൻ, സാൻഡ്, ബാൻഡ്.
ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ റൈം സ്കീം. അടുത്ത ചോദ്യം, വാട്ട് ഡസ് ദ വേർഡ് റോഡ്സ് റെഫർ ടു ഹിയർ? അപ്പോൾ റോഡ്സ് എന്നതുകൊണ്ട് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ പറയുന്നുണ്ട് ഹൗ മെനി റോഡ്സ് മസ്റ്റ് എ മാൻ വാക്ക് ഡൗൺ. അപ്പോൾ റോഡ് എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ എക്സ്പീരിയൻസസ്, ലൈഫ് എക്സ്പീരിയൻസ് ഓഫ് എ പേഴ്സൺ ആണ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ എഴുതാം, ഹാർഡ്ഷിപ്സ് ഓർ എക്സ്പീരിയൻസസ് ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ അനുഭവങ്ങൾ, കഷ്ടപ്പാടുകൾ, ഇതൊക്കെയാണ് റോഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ ചോദ്യം, ഡു ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ഹിയർ ഡിമാൻഡ് എ സ്പെസിഫിക് ആൻസർ? വാട്ട് ഡു യു കോൾ സച്ച് ക്വസ്റ്റ്യൻസ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ നിങ്ങൾ എന്താണ് വിളിക്കുക? ഈ ചോദ്യങ്ങൾ ഒരു ആൻസർ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണോ? അപ്പോൾ നമുക്കറിയാം, അല്ല, ഇത് ആൻസർ പ്രതീക്ഷിക്കുന്ന ചോദ്യമല്ല. നോ, ദേ ഡോണ്ട് ഡിമാൻഡ് ആൻ ആൻസർ. This type of questions that do not need an answer or do not demand an answer are called rhetorical questions അല്ലെങ്കിൽ closed questions. ഇതിലേതെങ്കിലും ഒരെണ്ണം, ഒരു പേര് നമുക്കിതിനെ വിളിക്കാം. അഞ്ചാമത്തെ ചോദ്യം, why does the writer say the answer is blowing in the wind? Answer is blowing in the wind എന്ന് പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? The answer to all the questions are everywhere and easily available like the wind. അപ്പോൾ ഈ കാറ്റ് പോലെ വളരെ എളുപ്പം എല്ലായിടത്തും ഉള്ള ഒരു സംഭവമാണ്. But no one is interested in finding it. ഇത് കണ്ടുപിടിക്കാൻ ആരും താല്പര്യപ്പെടുന്നില്ല. Everyone ignores it. എല്ലാവരും അതിനെ അവഗണിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് the answer is blowing in the wind. ആറാമത്തെ ചോദ്യം, give an instance of alliteration. അപ്പോൾ ഈ വരിയിൽ നിന്ന് alliterationന് ഒരു ഉദാഹരണം കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് മെനി, മസ്റ്റ്, മാൻ എന്നൊക്കെയുള്ളത് വരികൾ എഴുതാം. അവിടെ എം എന്നുള്ള ശബ്ദം ആണ് ആവർത്തിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ മസ്റ്റ്, മാൻ എന്നൊക്കെയുള്ള ആ ഭാഗം, മസ്റ്റ്, മാൻ, മാൻ എന്നൊക്കെയുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ട് നമുക്ക് എം എന്നുള്ള ലെറ്റർ കൊടുക്കാം. അത് അല്ലിട്രേഷന് ഉദാഹരണമാണ്. ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ മെറ്റഫർ. മെറ്റഫറിനൊരു ഉദാഹരണം, എന്തെങ്കിലും ഒരു വസ്തു വേറൊരു വസ്തുവായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് വേറൊന്നുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഒരു വസ്തു വേറൊരു വസ്തുവാണെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ യുദ്ധത്തിന് പകരം നിൽക്കുന്ന ഒരു വസ്തു ഉണ്ട്, അതാണ് ക്യാനൻ ബോൾസ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ക്യാനൻ ബോൾ ഈസ് എ മെറ്റഫർ ഫോർ വാർ. യുദ്ധത്തിൻ്റെ ഒരു മെറ്റഫറാണ് ക്യാനൻ ബോൾ എന്ന് നമുക്ക് പറയാം. ഇനി അടുത്ത പോയിന്റ് നോക്കാം. യെസ്, ആൻഡ് ഹൗ മെനി ഇയേഴ്സ് ക്യാൻ എ മൗണ്ടൻ എക്സിസ്റ്റ് ബിഫോർ ഇറ്റ് ഈസ് വാഷ്ഡ് ടു ദ സീ? യെസ്, ആൻഡ് ഹൗ മെനി ഇയേഴ്സ് ക്യാൻ സം പീപ്പിൾ എക്സിസ്റ്റ് ബിഫോർ ദേ ആർ അലൗഡ് ടു ബി ഫ്രീ? യെസ്, ആൻഡ് ഹൗ മെനി ടൈംസ് ക്യാൻ എ മാൻ ടേൺ ഹിസ് ഹെഡ് ആൻഡ് പ്രിറ്റൻഡ് ദാറ്റ് ഹി ജസ്റ്റ് ഡസൻറ്റ് സീ? ദി ആൻസർ, മൈ ഫ്രണ്ട്, ഈസ് ബ്ലോവിംഗ് ഇൻ ദ വിൻഡ്. ദി ആൻസർ ഈസ് ബ്ലോവിംഗ് ഇൻ ദ വിൻഡ്. അപ്പോൾ ബ്ലോവിംഗ് ഇൻ ദ വിൻഡ് എന്ന പോയത്തിലെ കുറച്ച് വരികളാണ് തന്നിരിക്കുന്നത്. ഹു ആർ ദ പീപ്പിൾ റെഫർ ടു ഇൻ ദീസ് ലൈൻസ്? ഈ വരിയിൽ പറയുന്ന പീപ്പിൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? പീപ്പിൾ എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത് ആരെയാണ്? ഇവിടെയാണ് പീപ്പിൾ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പീപ്പിൾ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? പീപ്പിൾ റെഫർ ടു ഹിയർ ആർ ദ വൺസ് ഹു ആർ ഡിനൈഡ് ഓഫ് ദെയർ സിവിൽ റൈറ്റ്സ്. സിവിൽ റൈറ്റ്സ് നഷ്ടപ്പെട്ട ആൾ, സിവിൽ റൈറ്റ്സ് ഇല്ലാത്ത ആളുകൾ, അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ആളുകൾ. പീപ്പിൾ ഹിയർ റെഫേഴ്സ് ടു പീപ്പിൾ ഹു ആർ ഡിനൈഡ് ദെയർ സിവിൽ റൈറ്റ്സ്. സിവിൽ റൈറ്റ്സ് ഇല്ലാത്ത ആളുകളെയാണ്, അല്ലെ സിവിൽ റൈറ്റ്സ് അവകാശം നൽകപ്പെടാത്ത മനുഷ്യരെയാണ് ഇവിടെ പീപ്പിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് ആൻ എക്സാമ്പിൾ ഫോർ അല്ലിട്രേഷൻ. അല്ലിട്രേഷൻ ഉദാഹരണം എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ യെസ്, ഹൗ മെനി ഇയേഴ്സ് മൗണ്ടൻ എക്സിസ്റ്റ്, ഹൗ മെനി ടൈംസ് ക്യാൻ എ മാൻ, ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് എഴുതാം ഒരു ഉദാഹരണമായിട്ട്. ഇവിടെ രണ്ടിലും എം എന്നുള്ള ശബ്ദമാണ് ആവർത്തിച്ചു വന്നിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ മൗണ്ടൻ ഇൻഡിക്കേറ്റ്? മൗണ്ടൻ ഇവിടെ എന്തിനെ സൂചിപ്പിക്കുന്നു? The mountain stands for the mighty people in power. അധികാരത്തിലുള്ള ആളുകളെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആളുകളുടെ പ്രൈഡ്, ഈഗോയൊക്കെ സൂചിപ്പിക്കുന്നു. ദ പവർ ഓഫ് ദി പീപ്പിൾ, ദ മൈറ്റി പീപ്പിൾ ഹു ആർ ഇൻ പവർ, അധികാരമുള്ള ആളുകളെയാണ് സൂചിപ്പിക്കുന്നത്. നാലാമത്തെ ചോദ്യം, വാട്ട് ആറ്റിറ്റ്യൂഡ് ഓഫ് കോമൺ പീപ്പിൾ ഈസ് റെഫേർഡ് ടു ഇൻ ദ റിഫ്രൈൻ? ദ ആൻസർ ഈസ് ബ്ലോവിംഗ് ഇൻ ദ വിൻഡ്. ആൻസർ ഈസ് ബ്ലോവിംഗ് ഇൻ ദ വിൻഡ്. അപ്പോൾ ഇവിടെ സാധാരണക്കാരൻ്റെ എന്ത് ആറ്റിറ്റ്യൂഡ്
അവരുടെ എന്ത് സ്വഭാവമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. ദ ഇൻഡിഫറൻറ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ വൈറ്റ് പീപ്പിൾ ഈസ് റിഫ്ലക്റ്റഡ് ഹിയർ. അപ്പോൾ അവരുടെ താല്പര്യക്കുറവ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ദ ഇൻഡിഫറൻറ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദി കോമൺ പീപ്പിൾ എന്ന് പറയാം, അല്ലെങ്കിൽ ദ ഇൻഡിഫറൻറ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ വൈറ്റ് പീപ്പിൾ ടുവേർഡ്സ് ദ ബ്ലാക്ക് പീപ്പിൾ എന്നും വേണമെങ്കിൽ കൊടുക്കാം. അതിൽ ഒരെണ്ണം എഴുതാം. ഇനി ബ്ലോവിങ് ഇൻ ദ വിൻഡിലെ മറ്റൊരു പോയം, അതിൻ്റെ മറ്റൊരു സ്റ്റാൻസിയാണ് ഹൗ മെനി റോഡ്സ് മസ്റ്റ് എ മാൻ വോക്ക് ഡൗൺ. അപ്പോൾ അതിലെ ചോദ്യങ്ങൾ കുറച്ച് നേരത്തെ പറഞ്ഞ ചോദ്യങ്ങളാണ്, പക്ഷേ കുറച്ച് വ്യത്യസ്തമായ ചോദ്യങ്ങളാണ്. വാട്ട് ഡസ് ദ വേർഡ് റോഡ്സ് റെഫർ ടു ഇൻ ദീസ് ലൈൻസ്? റോഡ് റെഫേഴ്സ് ടു വൺസ് എക്സ്പീരിയൻസ് ഇൻ ലൈഫ്, അല്ലെ ഹാർഡ്ഷിപ്സ് ഇൻ ലൈഫ്. വാട്ട് ഷുഡ് എ മാൻ ഡു ടു ബി കോൾഡ് എ മാൻ? ഒരാളെ മനുഷ്യനായിട്ട് മനുഷ്യനെന്ന് വിളിക്കണമെങ്കിൽ എന്ത് വേണം? He has to walk down many roads. പല റോഡുകളിലൂടെ നടക്കണം. He has to have enough life experience. What does cannonball stands for? അപ്പോൾ ഇത് രണ്ട് സിംബലുകൾ പ്രധാനപ്പെട്ടതാണ് ഈ കവിതയിലെ, ഈ സോങ്ങിലെ. ഒന്ന് ക്യാനൻ ബോൾസ് യുദ്ധത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ വൈറ്റ് ഡവ് പീസ്, സമാധാനത്തെ സൂചിപ്പിക്കുന്നു. തെറ്റിപ്പോരുത്. What does cannonballs stands for? It stands for war. Where is the answer to all the questions asked by the poet? ഇതിൻ്റെയൊക്കെ ആൻസർ എവിടെയാണ്? ആൻസർ ഈസ് ബ്ലോവിങ് ഇൻ ദി വിൻഡ്. ഇനി ബ്ലോവിങ് ഇൻ ദ വിൻഡിലെ മറ്റൊരു സ്റ്റാൻസ. ഇൻ ദിസ് ലൈൻ മൗണ്ടൻ ഈസ് എ സിംബൽ ഓഫ് ഡാഷ്. മൗണ്ടൻ എന്തിൻ്റെ സിംബലാണ്? അപ്പോൾ എന്താണ്? ദ പവർ ഓഫ് ദ പീപ്പിൾ ഹു ആർ ഇൻ പവർ, ഹു ആർ not interested in the sufferings of the poor people. A mountain stands for pride and ego എന്ന് പറയാം. What is the present condition of people referred to in these lines? ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ആളുകളുടെ? They are not free. What does the man do? Man ഇവിടെ എന്താണ് ചെയ്യുന്നത്? He turns his head and pretends not to see the suffering of the people. അയാൾ തലതിരിച്ച് ആളുകളുടെ കഷ്ടപ്പാടൊന്നും കാണുന്നില്ല എന്ന രീതിയിൽ നടക്കുന്നു. നാലാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് ലൈൻസ് ഫ്രം ദ സോങ് ദാറ്റ് റെഫേർഡ് ടു ദ ഡിനയൽ ഓഫ് സിവിൽ റൈറ്റ്സ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സ്റ്റാൻസ വന്നിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാവുന്ന ഒരു ചോദ്യമാണ്, ഉറപ്പായിട്ടും വരുന്ന ഒരു ചോദ്യമാണ്. ഇതിലേത് വരിയാണ് സിവിൽ റൈറ്റ്സ് നിഷേധിക്കപ്പെടുന്ന കാര്യം പറയുന്നത്? യെസ്, ആൻഡ് ഹൗ മെനി ഇയേഴ്സ് ക്യാൻ സം പീപ്പിൾ എക്സിസ്റ്റ് ബിഫോർ ദേ ആർ അലൗഡ് ടു ബി ഫ്രീ. ഇനി ബ്ലോവിങ് ഇൻ ദ വിൻഡിൽ വേറൊരു വരി കൊടുത്തിട്ടുണ്ട്. Yes, and how many times must a man look up before he can see the sky? Yes, and how many years must one man have before he can hear people cry? How many deaths will it take till he knows that too many people have died? The answer, my friend, is blowing in the wind. The answer is blowing in the wind. In these lines, the sky is a symbol of dash. ഇവിടെ പറഞ്ഞിരിക്കുന്ന sky എന്തിൻ്റെ സിംബലാണ്? Sky എന്നുള്ളത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? It stands for freedom, അല്ലേ? ഫ്രീഡം ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഹൗ മെനി ടൈംസ് മസ്റ്റ് എ മാൻ ലുക്ക് അപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ഹൗ മെനി ടൈംസ് മസ്റ്റ് എ മാൻ ലുക്ക് അപ്പ്. എം എന്നുള്ള ശബ്ദം 3 തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അലിട്രേഷൻ. മൂന്നാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് ആൻ ഓഡിറ്ററി ഇമേജ് ഫ്രം ദീസ് ലൈൻസ്. ശബ്ദവുമായി ബന്ധപ്പെട്ട ഒരു ഇമേജ് കണ്ടുപിടിക്കാം. അപ്പോൾ പീപ്പിൾ ക്രൈ, ആളുകളുടെ കരച്ചിലാണ്. നാലാമത്തത്, വാട്ട് ഈസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് മാൻ ടുവേർഡ്സ് ദ സഫറിങ് പീപ്പിൾ. ഈ കഷ്ടപ്പെടുന്ന ആളുകളോടുള്ള അവൻ്റെ പെരുമാറ്റം എങ്ങനെയാണ്? ഹി പ്രിറ്റൻസ് നോട്ട് ടു ഹിയർ ദെയർ ക്രൈസ്. അവരുടെ കരച്ചിൽ കേൾക്കുന്നില്ല എന്ന് ഭാവിക്കുന്നു. ഇനി പോയട്രി എന്ന പോയത്തിലെ ഒരു സ്റ്റാൻസയാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റാൻസയാണ്, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അക്കോർഡിംഗ് ടു ദ പോയറ്റ്, വേർ ഡിഡ് പോയട്രി കം ഫ്രം? എവിടെ നിന്നാണ് പോയട്രി വന്നത്? അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ദ പോയറ്റ് ഡിഡ് നോട്ട് നോ ഫ്രം വേർ പോയട്രി കെയിം ഫ്രം. ഫ്രം വിൻഡർ ഓർ റിവർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കോൺട്രാസ്റ്റ്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വിൻഡർ, റിവർ എന്ന് പറയുന്നത് ഒരു കോൺട്രാസ്റ്റ് ആണ്. അത് രണ്ട് വ്യത്യസ്തങ്ങളായ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ആശയങ്ങളാണ്. വിൻഡർ എന്ന് വെച്ചാൽ ഡെത്താണ് സൂചിപ്പിക്കുന്നത്, റിവർ എന്ന് വെച്ചാൽ ഫ്ലോവിങ് അല്ലെങ്കിൽ ലൈഫിനെയാണ് സൂചിപ്പിക്കുന്നത്. ഫൈൻഡ് ഔട്ട് അനദർ ഇൻസ്റ്റൻസ് ഓഫ് കോൺട്രാസ്റ്റ് ഫ്രം ദീസ് ലൈൻസ്. ഈ വരിയിൽ നിന്ന് മറ്റൊരു കോൺട്രാസ്റ്റിന് ഉദാഹരണം എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ വേറൊരു കോൺട്രാസ്റ്റ് ആണ് ഇവിടെ വോയിസും അതുപോലെ തന്നെ സൈലൻസും. അപ്പോൾ അത് നമുക്കിവിടെ എഴുതാം, നോട്ട് വോയിസസ് നോർ സൈലൻസ്. മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് ലൈൻ സെയിങ് ദാറ്റ് ദ പോയറ്റ് ഡിഡ്ന്റ് ഹാവ് എനി ഐഡന്റിറ്റി ബിഫോർ ദ അറൈവൽ ഓഫ് പോയട്രി. അപ്പം ആ ഒരു ലൈനാണ് എടുത്തെഴുതാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ വരികൾ തന്നെ എടുത്തെഴുതാം.
ഈ കവിത വരുന്നതിന് മുമ്പ് സ്വന്തമായിട്ടൊരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന വരി ഏതാണ്? ദർ ഐ വാസ് വിതൗട്ട് എ ഫേസ് എന്നുള്ള വരിയാണ്. പിക്ക് ഔട്ട് ആൻ എക്സാമ്പിൾ ഓഫ് പേഴ്സോണിഫിക്കേഷൻ ഫ്രം ദീസ് ലൈൻസ്. അപ്പോൾ പേഴ്സോണിഫിക്കേഷൻ ഉദാഹരണം ഏതാണ്? പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ. ഇനി പോയട്രിയിൽ നിന്നുള്ള വേറൊരു ചോദ്യം. I did not know what to say. My mouth had no way. My eyes were blind. Something started in my soul. Fever or forgotten wings. എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു വരിയാണ്. What happened to the poet when poetry arrived? Poetry വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? When poetry arrived, the poet felt something started in his soul. A fever started in his soul. ആത്മാവിൽ ഒരു പനി ആരംഭിച്ചു. How did the poet show that after the arrival of poetry, his imagination knew no bounds? അപ്പോൾ ഈ പോയട്രി വന്നതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഇമാജിനേഷൻ ഒരു ലിമിറ്റും ഉണ്ടായിരുന്നില്ല, ഒരു അന്ത്യം ഉണ്ടായിരുന്നില്ല എന്ന് സൂചിപ്പിക്കുന്ന ആ വരികൾ ഏതാണെന്നാണ് ചോദിച്ചത്, അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്താണെന്നാണ് ചോദിച്ചത്. ആഫ്റ്റർ ദ അറൈവൽ ഓഫ് പോയട്രി, the poet's imagination knew no bounds because he felt something like fire emerged from his soul and he made his own way deciphering that fire. മൂന്നാമത്തെ ചോദ്യം. ഹൗ ഡസ് ദ പോയറ്റ് ഡിസ്ക്രൈബ് ഹിസ് ഫസ്റ്റ് ലൈൻ? അദ്ദേഹം ആദ്യം എഴുതിയ വരിയെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഈ വരികൾ ഇതുപോലെ എടുത്ത് എഴുതരുത്, ഇത് സെൻറ്റൻസ് ആക്കിയിട്ട് നമുക്ക് എഴുതണം. ദ ഫസ്റ്റ് ലൈൻസ് ദാറ്റ് ഹി റോട്ട് വെർ ഫെയിൻറ്റ് ആൻഡ് വിത്തൗട്ട് എനി സബ്സ്റ്റൻസ്. ഇറ്റ് വാസ് ഓൺലി ദ ഫൂളിഷ്നെസ് ഓർ നോൺസെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സെൻറ്റൻസ് ആക്കി എഴുതണം. അപ്പോൾ ഹിസ് ഫസ്റ്റ് ലൈൻസ് വെർ ഫെയിൻറ്റ് ആൻഡ് വിത്തൗട്ട് സബ്സ്റ്റൻസ്. നാലാമത്തെ ചോദ്യം. പിക്ക് ഔട്ട് ആൻ എക്സാമ്പിൾ ഓഫ് അല്ലിട്രേഷൻ ഫ്രം ദീസ് ലൈൻസ്. അപ്പോൾ ഇവിടെ അല്ലിട്രേഷൻ ഉദാഹരണം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്ലാനറ്റ്സ്, പാൽപിറ്റേറ്റിംഗ്, പ്ലാന്റേഷൻസ്, ഷാഡോസ്, പെർഫറേറ്റഡ് ഇത്രയും ഭാഗം എടുക്കുകയാണെങ്കിൽ അവിടെ പി 4 തവണ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പി എന്നുള്ള ശബ്ദം ആണ്. അപ്പോൾ ആ പി ഒക്കെ ഇവിടെ അണ്ടർലൈൻ ചെയ്യുക കൂടി ചെയ്യുക. എക്സാമ്പിൾ ഓഫ് അല്ലിട്രേഷൻ. ഓക്കെ, അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇതിൽ പല ആളുകൾക്കും മാർക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഇതിൽ പറഞ്ഞ ആൻസേഴ്സ് ഒക്കെ ഒന്ന് എഴുതി ഒന്ന് ഉറപ്പിക്കുക. കാരണം ഇനിയൊരു ചാൻസ് ഇല്ല, ഇത് ലാസ്റ്റ് ചാൻസ് ആണ്, നിങ്ങളുടെ പരീക്ഷയാണ് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ. അതുകൊണ്ട് മറക്കാതെ ഇത് പഠിച്ചിട്ട് പോയി എഴുതണം. ഓക്കെ.